മലയാളി പസങ്ങൾ നിങ്ങൾക്കെല്ലാം തമിഴ് തെരിയുമാ ഞങ്ങൾക്ക് വലിയ തട്ടിടും. അങ്ങനെ അടുത്ത ദിവസം നമ്മൾ ഒരു ടെമ്പിളിൽ പോകാമെന്ന് വിചാരിച്ചു, പാർത്ഥസാരഥി ടെമ്പിൾ. അപ്പോൾ അതിനു വേണ്ടി ബസ്സിന് വെയിറ്റ് ചെയ്തുകൊണ്ട് സ്റ്റോപ്പിൽ നിൽക്കുന്നു. അപ്പോൾ വിചാരിച്ച ഫുഡൊക്കെ തട്ടിയിട്ട് പെരുക്കെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 ബിരിയാണിയും 2 ഫ്രൈഡ് റൈസ് കോംബോ ഒക്കെ വാങ്ങിച്ച് അതിനോട് പെപ്സിയൊക്കെ കിട്ടിയായിരുന്നു, കോംബോ ആയിരുന്നു. അതെല്ലാം കഴിച്ചിട്ടാണെങ്കിൽ നമ്മൾ ഓട്ടോ വിളിച്ച് ബസ്സിന് വേണ്ടി നോക്കി നിന്ന് ബസ് കണ്ടില്ല. പിന്നെ നമ്മൾ ഓട്ടോ വിളിച്ചിട്ടാണെങ്കിൽ പോയി പാർത്ഥസാരഥി ടെമ്പിൾ കണ്ടിട്ടാണെങ്കിൽ അതെടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഞങ്ങൾ പിന്നെ പോയെന്ന് വെച്ചാൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു. അവിടുത്തെ യൂണിവേഴ്സിറ്റി, PWD ഓഫീസ്, പിന്നെ അവിടുത്തെ ഓരോ ഗവൺമെൻറ് ഓഫീസ് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. കാരണം ഒരു പണ്ടത്തെ മോഡലാണ് അവർ പണിത് വെച്ചേക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. അതൊക്കെ നമ്മുടെ കേരളം കണ്ടുപിടിക്കണം. യൂണിവേഴ്സിറ്റി ആണെങ്കിൽ പോലും കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ. എല്ലാം പഴയ കാലത്തൊക്കെ സ്ട്രക്ചറാണ്. പിന്നെ നമ്മൾ വന്നതെന്ന് വെച്ചാൽ അണ്ണാദുരൈയുടെ മെമ്മോറിയലും അതുപോലെ തന്നെ കരുണാനിധിയുടെ മെമ്മോറിയൽ, MGRൻ്റെ മെമ്മോറിയൽ, ജയലളിത, ഇവർ 4 പേരുടെ മെമ്മോറിയലാണ് പിന്നെ നമ്മൾ കാണാൻ വന്നത്. മറീന ബീച്ചിൻ്റെ അടുത്തായിട്ട് തന്നെ ഈ അണ്ണാദുരൈ എന്ന് വിചാരിച്ചാൽ ആദ്യത്തെ ഫോമർ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ ടോംബുണ്ട്. അതുപോലെ തന്നെ കരുണാനിധിയുടെയും ടോംബുണ്ട്. കരുണാനിധി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ തമിഴ്നാടിൻ്റെ ചീഫ് മിനിസ്റ്ററിലെ MK സ്റ്റാലിൻ്റെ അപ്പനാണ് ഈ കരുണാനിധി. ഇപ്പോൾ കരുണാനിധിയുടെ ടോംബും ഉണ്ട്. അവർ രണ്ടും അടുപ്പിച്ചടുപ്പിച്ചാണ്. ഇതാണ് അണ്ണാദുരൈയുടെ, അതായത് തമിഴ്നാട്ടുകാർ അണ്ണ എന്ന് വിളിക്കുന്ന പുള്ളിക്കാരൻ്റെ ടോംബ്. ഇതിൻ്റെ ബാക്കിലായിട്ടാണ് കരുണാനിധിയുടെ ടോംബ് വരുന്നത്. പക്ഷെ എന്ത് രസമാണ്, ഭയങ്കര ക്ലീനായിട്ട്. ഈ ഇടയ്ക്കായിട്ട് ഒരു 3-4 മാസമായിട്ടുള്ളതെന്നാണ് പറഞ്ഞത് ഇതൊക്കെ സ്ട്രെച്ച് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര ക്ലീൻ. പിന്നെ വെയിലായതുകൊണ്ട് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുള്ളതല്ലാതെ ഒരു കുഴപ്പമില്ല, നല്ല രസമുണ്ട്. ഇതിൻ്റെ അടിയിൽ ഒരു അണ്ടർ വാട്ടറും കൂടെ ഉണ്ട്. അതിൽ കയറാൻ വേണ്ടി നിന്നപ്പോഴത്തേക്കും അത് കുറച്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് എങ്ങാണ്ട് അത് ഓപ്പൺ ആകത്തുള്ളൂ. അപ്പോൾ ആ ഓപ്പൺ ആവാൻ വരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഭയങ്കര സമയം പോകും. പിന്നെ അതുപോലെ തന്നെ പൈസ ആകുമെന്ന് വിചാരിച്ചുകൊണ്ട്, പൈസയുടെ പ്രശ്നമല്ല, കുറേ നേരം വെയിറ്റ് ചെയ്യണം. അതിനും അമ്മാതിരി ക്യൂ ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ആ പരിസരമൊക്കെ എന്നാ നീറ്റായിരുന്നു, ക്ലീൻ ആയിരുന്നു. ഹായ് ഗായ്സ്, ഇവിടെ ഷേഡ്സ് ഇല്ലാതെ കാര്യമില്ല, അമ്മാതിരി വെയിലാണ്. വെയിലൊരു രക്ഷയില്ല. എനിക്ക് മനസ്സിലായി ഇവിടുത്തെ ആൾക്കാരൊക്കെ വെയിലും കൊണ്ടാണ് ഈ ഒരു കളറ് വരുന്നത്. എനിക്ക് മനസ്സിലായി. നമ്മൾ ഒരു ദിവസം നിന്നപ്പോൾ തന്നെ നമ്മുടെ മുഖത്തെയും ദേഹത്തെയും കളറൊക്കെ പോയ പോക്കൊന്ന് കാണേണ്ടതായിരുന്നു. കാരണം വീട്ടിലെത്തിയപ്പോഴത്തേക്ക് കറുത്ത് കരുവാളിച്ചാണ് വീട്ടിൽ വരുന്നത്. അങ്ങനെ അവിടെ എല്ലാം കണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ചീമ നെല്ലിക്കയൊക്കെ വാങ്ങിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെല്ലാം കഴിച്ചിട്ട് നമ്മളിനി MGRൻ്റെയും ജയലളിതയുടെയും പോയി കണ്ട് എനിക്ക് ആ വെയിൽ കാരണം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാതായിപ്പോയി. പിന്നെ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് കേട്ടോ, ഭയങ്കര രസമാണ് കാണാൻ. ഇതൊരു യൂണിവേഴ്സിറ്റിയാണ്, മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ്. അതായത് ചെന്നൈ നേരത്തെ മദ്രാസ് എന്നായിരുന്നു അറിയപ്പെട്ടത്, അതിന് ശേഷമാണ് ചെന്നൈ വന്നത്. അപ്പോൾ ആ ചെന്നൈയിൽ ആദ്യത്തെ ഫോമർ മിനിസ്റ്ററായിരുന്നു നമ്മുടെ ഈ അണ്ണ. കരുണാനിധിയുടെ മോനാണ് MK സ്റ്റാലിൻ്റെ മോനാണ് നമ്മുടെ ഉദയനിധി സ്റ്റാലിൻ, നമ്മുടെ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഉദയനിധി സ്റ്റാലിൻ. അവിടെ പോയപ്പോഴേ കുറേ കാര്യങ്ങൾ അറിയാം. നിങ്ങൾക്കെല്ലാം തമിഴ് തെരിയുമാ ഞങ്ങൾക്ക് നല്ല തെരിയും. നിങ്ങൾ സാപ്പിട്ടാ ഞങ്ങൾ സാപ്പിട്ടേ. ഓക്കെ വാ. ഹായ് ഗായ്സ്, അങ്ങനെ ചെന്നൈ ബൈ പറയാൻ പോവാണ്. അതിന്റെ പാക്കിങ്ങും അതും ഇതൊക്കെ ആയിട്ട് ഒരുക്കമായിട്ടൊക്കെ നടക്കുന്നു. പൊക്കി പിടിക്കാം ഗൈസ്. അപ്പം നമ്മളിനി ജനറലാണ് പോകുന്നത്. ജനറലിലെ ടിക്കറ്റ് ഉള്ളൂ, ബാക്കിയെല്ലാം ഫുള്ളാണ്. അപ്പം ആരെയും ട്രെയിനിലെ വിശേഷങ്ങൾ കാണിച്ചു തരാം. അങ്ങനെ പിറ്റേ ദിവസമായി ഞങ്ങൾ ഒരുങ്ങിക്കിട്ട് ഞങ്ങളാണെങ്കിൽ തിരിച്ച് നാട്ടിലോട്ട് പോകാൻ അങ്ങനെ ഒരുക്കമൊക്കെ ആയി. പിന്നെ അതിനുള്ള സെൽഫിയും അതും ഇതൊക്കെ എടുപ്പൊക്കെ ആയിരുന്നു. ഞങ്ങൾ 2 ദിവസത്തെ ചെന്നൈ ട്രിപ്പ് നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ തിരിച്ച് ഞങ്ങൾ ചെന്നൈ വിടുവാണ്. എല്ലാവർക്കും തമിഴൊക്കെ തെരിയും. അത് തന്നെ, ரொம்ப നല്ല സിറ്റി, ബട്ട് നല്ല മനുഷ്യരാൾസോ ബട്ട് ടു എക്സ്പെൻസീവ് ആണ്. சின்ன மோசமான பிளேஸுக்கு இருக்கு, பட் அட்ஜஸ்ட் பண்ணலாம்.
അങ്ങനെ ബാഗും പാക്ക് ചെയ്ത് പാണ്ടക്കെട്ടുമായിട്ടൊക്കെ ഞങ്ങൾ ഇങ്ങനെ ചെന്നൈ നടക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ വേണ്ടി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2 ദിവസത്തെ ചെന്നൈ യാത്ര അടിച്ചു പൊളിച്ചു. അത്യാവശ്യം കാണേണ്ട സ്ഥലങ്ങളൊക്കെ കണ്ടു. അപ്പം ജനറലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പം ജനറൽ ടിക്കറ്റ് ഇത് കണ്ടോ ഇന്ന മണ്ട, ഇത് ബസ് എല്ലാം കൂടെ കണ്ടില്ലേ, വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി ഇട്ടേക്കുന്നതാണ്. ട്രാഫിക്കാണ് ഇവിടെ. സോ കണ്ടോ, വെള്ളം ആൾസോ ഉണ്ട്. കണ്ടോ, നമ്മൾ ഓരോ ഇതിൽ നോക്കിയപ്പോൾ ഒരു നേരത്തെ നോക്കിയപ്പോൾ വിജയ് തലപതിയുടെ കൊടുക്കുന്ന വെള്ളം കണ്ടില്ലേ. ഞങ്ങളങ്ങനെ നേരത്തെ വന്നുകൊണ്ട് ഞങ്ങൾക്കാണെങ്കിൽ സീറ്റ് കിട്ടി. ഞങ്ങൾ സീറ്റിൽ ബാഗ് വെച്ചിട്ട് ഞാനും സ്റ്റെഫിയും കൂടെ ഇത്രയും ഒരു കിലോമീറ്റർ മേലോട്ടും കേട്ടോ ഞങ്ങൾ അതേ പടുത്തു. അത്രയും നടന്നിട്ട് വീണ്ടും ഞങ്ങൾ ഫുഡ് വാങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ട്രെയിൻ ആയതുകൊണ്ട് ഞങ്ങൾ ഫുഡ് വാങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഇതിനകത്ത് തന്നെ KFC ഉൾപ്പെടെ എല്ലാം ഉണ്ട്. അപ്പോൾ നല്ല ഫുഡാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ വാങ്ങാൻ വേണ്ടി പോകും. ഗൈസ്, ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കാറ്റിന് പോലും ചെന്നൈയുടെ മണമുണ്ട്. എവിടെ പോയാലും ഒരേ സ്മെല്ലാണ്. കണ്ടോ, നമ്മളാണെങ്കിൽ നടന്ന് കണ്ടോ അറ്റം ഞങ്ങൾ നടന്ന് എത്തി. സൂക്ഷിക്കാൻ അറിയില്ല, അത് ഇവിടുത്തെ ആൾക്കാർക്ക് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയത്തില്ല. പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ നല്ല നീറ്റ് ഉണ്ട്. പക്ഷെ കാറ്റിന് പോലും മണം ഉണ്ടെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ഉണ്ട്. ഇതൊരു വേറൊരു 9ഉം 10ഉം പ്ലാറ്റ്ഫോം അപ്പുറത്തുണ്ട്. അതുകൊണ്ട് അവിടെ ഉണ്ട് വേറെ കടകൾസ്. Cheers guys. Cheers guys. എന്നിട്ട് ഇതേപോലെ മാംഗോയും സംഭവം ഇതേപോലെ ആക്കി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ട്രെയിൻ വിടാൻ സമയമായി. അങ്ങനെ ട്രെയിനൊക്കെ വിട്ടു. ഇത്തവണയും കുറച്ച് ആൾക്കാരെയൊക്കെ കിട്ടി, പരിചയമൊക്കെ പെട്ട് ഇങ്ങനെ ബിഗ് ബോസും അതും ഇതുമൊക്കെ കണ്ട് ചില്ലടിച്ചിട്ട് നമ്മൾ പോയി. ഇത്തവണ ഭയങ്കര തിരക്ക് കുറവായിരുന്നു കേട്ടോ. കഴിഞ്ഞ വട്ടത്തിനെക്കാട്ടും കുറവായിരുന്നു. ഇങ്ങോട്ട് വന്നതിൻ്റെ അത്രയും തിരക്കില്ലായിരുന്നു അങ്ങോട്ട് പോകാൻ. അങ്ങനെ ഞാൻ കടകൾ 5ഉം സ്റ്റെഫിയൊക്കെ നമുക്ക് കിടന്നു പോകാനൊക്കെ പറ്റി. അങ്ങനെ ഞാൻ കിടന്നില്ല. അങ്ങനെ തൃശ്ശൂരെത്തി, നാടെത്തി. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇതാണ് നമ്മുടെ ചെന്നൈ ട്രിപ്പ്. ഇതോടെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ.